അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അമീറ. ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ബിഗ് ഡേ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ താഴെ കൊടുത്തിട്ടുള്ള ഇൻസ്റ്റാ ഐഡിയിലോ അല്ലെങ്കിൽ നമ്മളുടെ നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ ടിപ്പ് അപ്കമിങ് ബ്രൈഡ്സിനുള്ളതാണ്. കാരണം അവർ കല്യാണത്തിൻ്റെ, അതായത് നിങ്ങളുടെ മാരേജിൻ്റെ ഒരു 3 മന്ത് മുന്നേ അല്ലെങ്കിൽ ഒരു 45 ഡേയ്സോ അല്ലെങ്കിൽ 40 ഡേയ്സ് മുന്നേ തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിനെ നല്ലപോലെ കെയർ ചെയ്യണം. അതായത് കെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റ്, അതായത് നമ്മൾ ആഫ്റ്റർ മേക്കപ്പിലുള്ള മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ആ പ്രൊഡക്റ്റ് നിങ്ങളെ സ്കിന്നിൽ ഒരുപാട് റിയാക്ഷൻ ചെയ്യും. നമ്മുടെ സ്കിന്ന് റിയാക്ഷൻ ചെയ്യുന്നതാണ് നമ്മൾക്ക് പ്രൊഡക്റ്റ്. നമ്മൾ പറയുമല്ലോ ഒന്ന് റിയാക്ഷൻ വന്നു, അത് വന്നു, അങ്ങനെയൊക്കെ പറയുന്നത്. അത് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ മിസ്റ്റേക്ക് അല്ല, അത് നിങ്ങളെ സ്കിന്നിൻ്റെ പ്രോബ്ലം കൊണ്ടാണ്. നിങ്ങളുടെ സ്കിന്ന് എങ്ങനെയാണോ എതിരെ റിയാക്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചാകും നമ്മുടെ മേക്കപ്പ് സ്റ്റേ ചെയ്ത് നിൽക്കലും. അല്ലാന്നുണ്ടെങ്കിൽ ആഫ്റ്റർ മേക്കപ്പിൽ നിങ്ങൾക്ക് പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആ ഒരു മാരേജിൻ്റെ 2-3 ഡേയ്സ് അല്ലെങ്കിൽ 1 വീക്ക് മുന്നേ നിങ്ങളാരും സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ട് പലതും ചെയ്യാൻ നിൽക്കരുത്. ഒരു 40 ഡേയ്സ് മുന്നേ അല്ലെങ്കിൽ ഒരു 3 മന്ത് മുന്നേ തന്നെ നിങ്ങളെ സ്കിന്നിനെ നിങ്ങൾ നല്ലപോലെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. നല്ലപോലെ വെള്ളം കുടിച്ചിട്ട് നമ്മളെ സ്കിന്നിനെ നല്ലപോലെ ഹൈഡ്രേറ്റ് ആക്കുക. കാരണം എത്രത്തോളം നമ്മൾ വാട്ടർ കുടിക്കുന്നു അത്രത്തോളം നമ്മളെ സ്കിന്ന് പെർഫെക്റ്റ് ആയിട്ട് വരും. അപ്പോൾ ആ ഒരു ഗ്ലോവും കാര്യങ്ങളും എപ്പോഴും ആ വാട്ടർ നമ്മൾ എത്രത്തോളം നമ്മൾ വാട്ടർ കുടിക്കുന്നു അത്രത്തോളം നമ്മളെ സ്കിന്ന് ബെറ്ററായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും. അതേപോലെ തന്നെ കല്യാണത്തിൻ്റെ ആ സമയത്ത് ഞാൻ ഒരുപാട് ബ്രൈഡ്സിൽ കണ്ടിട്ടുണ്ട്, ഉറക്കമൊഴിച്ചിട്ട് ഈ കണ്ണിൻ്റെ റൗണ്ടിൽ മൊത്തം ഒരു ടയർഡ്നെസ് നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡാർക്കായിട്ട് വന്നിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫേസ് ആകെ വാടിയിരിക്കുക. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് 3 ഡേയ്സ് മുന്നേ നമ്മൾ ഉറങ്ങിയിട്ടില്ല, 3 ഡേയ്സ് ആയിട്ട് നമ്മൾ ഉറങ്ങിയിട്ടില്ല, തലേന്ന് തീരെ ഉറങ്ങിയിട്ടില്ല, മെഹന്തി ഇടലും അപ്പോൾ അതൊക്കെ അതിൻ്റെ സമയത്ത് നടക്കും. പക്ഷേ അതിൻ്റെ മുന്നേ തന്നെ നിങ്ങളെ ഫേസിനെ എത്രത്തോളം നിങ്ങൾ കെയർ ചെയ്യണോ അത്രത്തോളം നിങ്ങളെ ആ മാരേജിൻ്റെ ടൈം ആകുമ്പോഴത്തേന് അതിൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എത്ര ഉറക്കമൊഴിച്ചാലും മുന്നേ നമ്മൾ ആ സ്കിന്നിനെ കെയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ഉറക്കമൊഴിച്ചാലും ആ ഒരു ടയേർഡ് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല, ഫേസിൽ നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ കഴിയുന്നതും നല്ലപോലെ ഉറങ്ങുക, നല്ലപോലെ വെള്ളം കുടിക്കുക. അതേപോലെ തന്നെ നമ്മൾ ആ ഫേസ് കെയർ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഡെയിലി ക്ലെൻസർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫേസ് വാഷ് വെച്ചിട്ടോ ഫേസ് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് ഡെയിലി നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അതേപോലെ നിങ്ങൾ പുറത്ത് പോകുന്ന സമയത്ത് സൺസ്ക്രീൻ മസ്റ്റായിട്ടും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ അതൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ നൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഫേസിലുള്ള എല്ലാ പ്രൊഡക്റ്റും നമ്മൾ എന്തൊക്കെയും പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിനെ പൂർണ്ണമായിട്ട് നമ്മൾ റിമൂവ് ആക്കിയിട്ട് ഏതെങ്കിലും ഒരു സിറം യൂസ് ചെയ്യുക. വൈറ്റമിൻ സിയോ അല്ലെങ്കിൽ നിയാസിൻമേഡോ അങ്ങനെ ഏതെങ്കിലും ഹൈറോണിക് ആസിഡോ അങ്ങനെ ഏതെങ്കിലും നല്ലൊരു സിറം യൂസ് ചെയ്തിട്ട് നമ്മൾ നൈറ്റ് നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരിക്കലും നിങ്ങൾ മറക്കരുത്. കാരണം നമ്മൾ ആ ഒരു ഡേറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും കാത്തു നിൽക്കരുത്. അതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങളെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അപ്പോൾ എനിക്കിത് എൻ്റെ അപ്കമിങ് ബ്രൈഡ്സിനോടാണ് പറയാനുള്ളത്. കാരണം അവർ ആ ഒരു ഡേറ്റും കാര്യങ്ങളും ഒരു ഹറിബറി ആയിട്ടാകും നമ്മൾ ആ കല്യാണത്തിൻ്റെ കുറച്ച് ദിവസങ്ങൾ മുന്നേ നമ്മൾ ആവുക. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാന്നല്ല ഞാൻ പറഞ്ഞത്, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾക്കൊരു ടൈം ടേബിൾ നമ്മൾ പറയല്ലോ നമ്മളെ കാര്യത്തിനൊരു ടൈം ടേബിൾ വേണം. അതുപോലെ ഒരു ടൈം ടേബിളിലൂടെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മൾ ആ ഒരു ഫംഗ്ഷന് ഡേറ്റ് ആകുമ്പോൾ തന്നെ നമ്മൾക്കൊന്ന് നമ്മുടെ സ്കിന്നും കാര്യങ്ങളും അതേപോലെ നമ്മുടെ മുഖത്ത് ആ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫേസിൽ നമ്മളിപ്പോൾ ഒരു ഫേസ് വാഷ് അതേപോലെ മോയ്സ്ചറൈസർ സൺസ്ക്രീന് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, സൺസ്ക്രീന് നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത്. അതായത് ഫേസിൽ നമ്മൾ സൺസ്ക്രീൻ പോയിട്ട് മോയ്സ്ചറൈസർ ഇപ്പോൾ ചെയ്യാൻ മടി അല്ലെങ്കിൽ മോയ്സ്ചറൈസർ കഴിഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളുണ്ടല്ലോ ഡയറക്റ്റ് നമ്മൾ പുറത്തിറങ്ങേണ്ട സമയത്ത് ജസ്റ്റ് ഒന്ന് ഫേസ് ക്ലീൻ ചെയ്തിട്ട് ഡയറക്റ്റ് നമ്മൾ സൺസ്ക്രീന് അപ്ലൈ ചെയ്യുക. അത് ഭയങ്കര കേടാണ് നമ്മുടെ സ്കിന്നിന്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ സൺസ്ക്രീന് നമ്മളെ സ്കിന്നിൽ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ
നമ്മളെ സ്കിന്നിൽ, അതായത് ഫേസിലെ ഫസ്റ്റ് ലെയർ നമ്മളൊരു മോയ്സ്ചർ കൊടുക്കണം. എന്നാലേ ആ ഒരു സൺസ്ക്രീൻ നമ്മൾ ഫേസുമായിട്ട് ബാലൻസ് ചെയ്യുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വെയിലും കൂടി തട്ടുന്ന സമയത്ത് നമ്മളെ സ്കിന്നിന് ഭയങ്കര ഡാമേജ് വരുത്തും. കാരണം നമ്മൾ സ്കിൻ എന്ന് വെച്ചാൽ ഒരു 3 ലെയറായിട്ടാണ് കിടക്കുന്നത്. എപ്പിഡെർമിസ്, ഡെർമിസ്, ഹൈപ്പർഡെർമിസ് എന്ന് പറഞ്ഞിട്ട് 3 ലെയറായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് ഇടുന്നതും ഫസ്റ്റ് എത്തുന്നത് ഈ എപ്പിഡെർമിസ് പറഞ്ഞ സ്കിന്നിലാണ്. അപ്പോൾ ആ ഒരു സ്കിന്ന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അതാണ് നമ്മളെ ഈ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, നമ്മൾ സണ്ണിൽ നിന്നുള്ളതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ എപ്പിഡെർമിസ് പറഞ്ഞാൽ ഈ ഒരു സ്കിന്നാണ്. അപ്പോൾ അതിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ആക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യുക. ചിലർ പറയും നമ്മൾ ഡെയിലി മേക്കപ്പ് ചെയ്യുന്നത് സ്കിന്നിന് കേടാണ്, അതാണ് ഇതാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ സ്കിന്നിൽ മേക്കപ്പ് ചെയ്യാം, പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഉണ്ടല്ലോ അത് അത്യാവശ്യം നല്ല ബ്രാൻഡിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്കിന്ന് മെച്ചപ്പെടുകയേ ഉണ്ടാവുള്ളൂ. കാരണം അപ്പോൾ നല്ല പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ ഒരിക്കലും നമ്മളെ സ്കിന്നിന് ഒരു ഡാമേജും കാര്യങ്ങളും വരില്ല. അതല്ലാതെ നമ്മൾ ഈ ചിലവരൊക്കെ ഉണ്ടാകും, ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത്ര 15% ഓഫറാണ് അവിടെ, അപ്പോൾ നമ്മൾക്ക് അവിടെ പോയി പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു 50% നല്ലൊരു ബ്രാൻഡിന് ഓഫർ കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അതിന് ഡേറ്റ് കഴിഞ്ഞതോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഇല്ലാതെ ഒരിക്കലും ഒരു നല്ലൊരു പ്രൊഡക്റ്റ് അത്ര ഓഫറിൽ ഇടൂല. അപ്പോൾ ഓടിച്ചെന്ന് അവിടെ പോയി പ്രൊഡക്റ്റ് വാങ്ങാതെ കഴിയുന്നതും നമ്മൾ നല്ല പ്രൊഡക്റ്റ് മാത്രം നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ പറഞ്ഞ നമ്മളെ സ്കിന്നിൻ്റെ ഓരോ ലെയറുകളും നമുക്ക് ഡാമേജ് ആയിട്ട് പിന്നീടുള്ള ഓരോ സ്കിൻ പ്രോബ്ലംസും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ കഴിയുന്നതും എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം, എല്ലാവരും നല്ല പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. ഒരിക്കലും കെമിക്കൽ അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിയാക്ഷൻ വരേണ്ട മോശമായിട്ടുള്ള പ്രൊഡക്റ്റുകളോ നിങ്ങൾ യൂസ് ചെയ്യരുത്. നമ്മൾ ഈ കുറച്ച് പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് അത്യാവശ്യം ഒരു ക്യാഷ് കളക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പ്രൊഡക്റ്റ് തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കാം. അതേപോലെ സ്കിന്ന് പ്രൊട്ടക്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ് ഈ ഗ്ലൂട്ടോത്തയൻ, അതേപോലെ ഹൈറോണിക് ആസിഡ്, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ. അതിപ്പോൾ ഈ ഒരുവിധം ഫിലിം സ്റ്റാറുകൾ അതേപോലെ ഒട്ടുമിക്ക ആൾക്കാർ ഇപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെ കൊണ്ട് എന്താ പറയുക അഫോർഡബിൾ അല്ലാന്നുണ്ടെങ്കിൽ കഴിയുന്നതും അങ്ങനത്തെ ആ ഒരു ലെവലിലേക്ക് എത്തുന്ന നല്ല റെമഡീസും അതേപോലെ നല്ലപോലെ വെള്ളം കുടിച്ചാൽ തന്നെ നമ്മുടെ സ്കിൻ അത്യാവശ്യം നല്ലപോലെ ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ കഴിയുന്നതും നല്ല വെള്ളം കുടിക്കുക. നമ്മൾ മോർണിംഗ് റുട്ടീനിലും അതേപോലെ നമ്മൾ പുറത്ത് പോകുന്ന സമയത്തൊക്കെ നമ്മൾ വാട്ടർ എത്രത്തോളം നമ്മൾ മാക്സിമം കുടിക്കാൻ പറ്റുന്നോ അത്രത്തോളം നമ്മൾ കുടിക്കുക. അതേപോലെ ഈ ഗ്ലൂട്ടോത്തയൻ നമ്മളെ ശരീരത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ അത് എന്താ പറയുക ഒരു അത്ഭുതമാട്ടോ. കാരണം അത് ചെയ്ത ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഭയങ്കര ഒരു ഗ്ലോ ആയിട്ട് അല്ലെങ്കിൽ ഹൈഡ്രേറ്റ് ആയിട്ട് ആ സ്കിന്ന് ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അത് ഒട്ടുമിക്ക ആൾക്കാർക്കും അത് അഫോർഡബിൾ അല്ല ചെയ്യുന്നത്, ക്യാഷ് കൊണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ. പക്ഷെ അതിനെപ്പോലെ നമ്മൾക്ക് അതിനോട് സാമ്യം നിർത്താൻ പറ്റുന്ന ഒരു ടിപ്പുണ്ട്. അതായത് നമ്മൾ ഇത്തിരി തൈര് എടുത്തിട്ട് അതിൽ കുറച്ച് കോഫിപ്പൊടി ഏതെങ്കിലും നല്ലൊരു കോഫിപ്പൊടി യൂസ് ചെയ്തിട്ട് അതിലേക്ക് ലെമൺ ജ്യൂസ് ഡ്രൈ സ്കിന്നിയർ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ലെമൺ ജ്യൂസ് നമ്മൾ ആഡ് ആക്കരുത്, അത് സ്കിപ്പ് ചെയ്യുക. അതിന് പകരം നമുക്ക് ടൊമാറ്റോൻ്റെ ജ്യൂസ്, അതായത് നോർമൽ സ്കിന്ന് സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ ജ്യൂസും തൈരും അതുപോലെ തന്നെ കോഫി പൗഡറും കൂടി മിക്സ് ചെയ്തിട്ട് ഡെയിലി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കോഫി പൊടി തൈര് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിന് റിസൾട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മേലൊക്കെ പറ്റും, ഫേസിൽ മാത്രമല്ല നമ്മളെ ബോഡിയിലും അത് അപ്ലൈ ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് ഒന്ന് ഡ്രൈ ആകുമ്പോൾ നമ്മളൊരു വാം വാട്ടറിലിട്ടിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണും. ഒരു ഗ്ലൂട്ടോത്തയൻ ചെയ്ത ആ ഒരു റിസൾട്ട് തന്നെ നിങ്ങൾക്കും കിട്ടും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു.
അത്യാവശ്യം നല്ലപോലെ തന്നെ ഒരു ഗ്ലോ കാര്യങ്ങളും അതേപോലെ നമ്മുടെ സ്കിന്നൊരു ബെറ്റർ ആയിട്ടുള്ളൊരു ഫീൽ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ദിവസം 2 ദിവസമല്ല, കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം നിങ്ങൾ ചെയ്ത് നോക്കാം. അതേപോലെ നിങ്ങൾ എടുക്കുന്ന ഓരോ പ്രൊഡക്റ്റിലും അതിൻ്റെ കണ്ടൻറ്റ് നോക്കിയിട്ട് വേണം സ്കിന്നിലേക്ക് യൂസ് ചെയ്യാനുള്ള ഓരോ പ്രൊഡക്റ്റും സെലക്ട് ചെയ്യാൻ. അതേപോലെ ഹൈറോണിക് ആസിഡ്, വൈറ്റമിൻ സി, SPF അതൊക്കെ നോക്കിയിട്ട് നല്ലൊരു പ്രൊഡക്റ്റ് വേണം നമ്മളെപ്പോഴും നമ്മളെ ഫേസിലേക്കാണെങ്കിലും ബോഡിയിലാണെങ്കിലും യൂസ് ചെയ്യാൻ നിങ്ങൾ എടുക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ ഇപ്പോൾ നമ്മളെ വീഡിയോ. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ അപ്കമിങ് ബ്രൈഡ്സിനും അതുപോലെ തന്നെ എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു ടിപ്പ് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതല്ല നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് വഴി എനിക്ക് മെസ്സേജ് ആക്കുക. അതേപോലെ ഈ വീഡിയോ പിന്നെ എല്ലാവരും വാച്ച് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് വരും. അത് ഓൾ എന്ന ബട്ടണിൽ അമർത്തുക. അപ്പോൾ ഞാൻ വിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും. അപ്പോൾ എല്ലാവരും മറക്കാതെ എല്ലാ വീഡിയോസും കാണാം, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. ബൈ.